പറയാൻ യോഗ്യതയും ഉന്നതയും അറിവുള്ളയാളാണ് എനിക്ക് അത്രയും പറയാൻ അറിഞ്ഞുകൂടെങ്കിലും സാത്വികമായ ഒരു ജീവിതം ദൈവത്തിന് മുൻപാകുകയും നമ്മൾ മനുഷ്യന്റെ മുൻപാകുകയും നയിച്ച അക്ഷര വെളിച്ചം അനേകർക്ക് കാണിച്ചു കൊടുത്ത എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുത്ത വന്യ വയോധികയായ ദൈവവിശ്വാസിയായ ഒരു ടീച്ചർ, അതും പഴയ കാലത്തെ മൂല്യബോധമുള്ള ഒരു കാലത്തെ ഒരു അധ്യാപികയാണ് നമ്മുടെ മുൻപാകെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മുൻപേ സത്യവിശ്വാസത്തോടെ നമുക്ക് മധ്യസ്ഥയായി സ്വന്തം ഭർത്താവിന്റെ അതേ വഴിയിൽ പൂർവികരുടെ വഴിയിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പണ്ടേ മനുഷ്യജന്മം ഉണ്ടായ കാലം മുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യം, ഞാൻ മരിക്കുകയില്ല, ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മഹിമകളെ വർണ്ണിക്കും എന്ന് അദ്ദേഹം വളരെ പ്രത്യാശയോടുകൂടി പറയുന്നുണ്ട്. മനുഷ്യൻ ജനിക്കുന്നത് മരിക്കാനല്ല, അവൻ ജീവിച്ചിരിക്കാൻ തന്നെയാണ്. എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ മനുഷ്യൻ മരിക്കാനുള്ളവനല്ല, ജീവിക്കാൻ ശരീരം അത്രമേൽ അത്യാവശ്യമാണെന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. ശരീരം കൂടാതെയും മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സഹോദരി, ഈ അധ്യാപിക അക്ഷര വെളിച്ചം അനേകർക്ക് പകർന്നു കൊടുത്തത്, കണ്ണ് തെളിച്ച് മനസ്സ് തുറന്ന് ദൈവത്തിലേക്ക് ആനയിച്ച ഈ അധ്യാപിക, മാതാവ്, സഹോദരി നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ നമ്മൾ ആശിക്കേണ്ടത്, ജീവിച്ചിരിക്കാൻ നമുക്ക് ശരീരം അത്രമേൽ ആവശ്യമില്ല എന്നും ജീവന്റെ ഉത്ഭവമായ സ്ഥാനത്തേക്ക് ചെറുപ്പം മുതൽ തന്നെ ആശ്രയം വെച്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ നാട്ടിലേക്ക്, മാലാഖന്മാരുടെ നാട്ടിലേക്ക്, വിശുദ്ധ കന്യാമറിയാമിന്റെ നാട്ടിലേക്ക്, പൂർവികരുടെ സ്വന്തം സ്ഥാനത്തേക്കാണ് ഈ സഹോദരി കയറി പോകുന്നതെന്നുള്ള ഒരു പ്രത്യാശയും സന്തോഷവും ഈ ദുഃഖാവസ്ഥയിൽ പോലും നമുക്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മകൻ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഞാൻ ബന്ധുവാണ്. എൻ്റെ വീട് ഞാൻ ഇവിടെയല്ല, കഞ്ഞിക്കുഴി വീട്ടിൽ ഒരിക്കൽ പന്ത്രണ്ടായിരത്തി മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സഹോദരിയുടെ സാത്വികമായ ഭാവം പലപ്പോഴും എന്നെ ആകർഷിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപാകെ പറയുന്നതിൽ സന്തോഷമുണ്ട്. എഴുത്തിക്കൽ കുടുംബം, എഴുത്തിക്കൽ അച്ഛന്മാരെ എനിക്ക് പണ്ടേ അറിയാം. 72, 75 ആ കാലത്തൊക്കെ എനിക്ക് എഴുത്തിക്കൽ അച്ഛന്മാരെ അറിയാം. വിചാരിച്ചിട്ട് ആ കുടുംബവുമായിട്ട് അത്രമേൽ ബന്ധമൊന്നും ആ കാലത്തോ ഇക്കാലത്തോ ഇല്ല. ഈ ഇവിടെ വരുന്നതിനും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കുടുംബത്തെ എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്വന്തം പിതൃക്കളോടൊപ്പം നമുക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ ശുശ്രൂഷ ഇവിടെ നടത്തുകയാണ്. പ്രാർത്ഥിക്കാം.